ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ഏത് പാലാന്ന് മനസ്സിലായോ? ഇതാണ് ആലുവ മാർത്താണ്ഡവർമ്മ പാലം. ഇത് പഴയ പാലല്ല, ഇത് പുതിയ പാലമാണെന്ന് തോന്നുന്നു. രണ്ട് പാലമാണ് ഉള്ളത് അവിടെ. ഒരെണ്ണം മാർത്താണ്ഡവർമ്മ പണിത പാലും ഒരെണ്ണം പുതിയതായിട്ടുള്ള പാലും. അപ്പം ഞങ്ങൾ ആലുവയ്ക്ക് കടന്നു. നമ്മൾ ഈ പോക്കിന് ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തും നമ്മുടെ അളിയനെ കൂടിയിട്ട് ഒരു പരിപാടി അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഞാനും സഹകരിച്ച് നമ്മുടെ ഒരു ഇഷ്ട പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ്. അപ്പോൾ നമ്മൾ കളമശ്ശേരിക്ക് എത്തുന്നതിന് മുൻപ് തിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കണ്ടെയ്നർ റോഡ് എന്ന് പറയുന്ന റോഡ് ഉണ്ടല്ലോ, നമുക്കിതിലൂടെ മറ്റേ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് തിരിഞ്ഞ് നമ്മൾ ചേലാനല്ലൂർ റൂട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു പരിപാടി ഉണ്ട്. അത് സസ്പെൻസാണ്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളിതിൽ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴാണ് FACT ഒക്കെ വരുന്നത് കേട്ടോ. FACT എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. വലിയൊരു പ്ലാന്റും സംഭവമൊക്കെ കൂടിയിട്ടുള്ളൊരു സംഭവം നമ്മളീ പോകുന്ന റൂട്ടിൽ തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്തം കായലാണ്. കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ തുരുത്തുകളും കണക്ട് ചെയ്തിട്ടുള്ള റോഡാണ് കണ്ടെയ്നർ റോഡ്. അതിനകത്ത് മൂലമ്പിള്ളി, പേരെല്ലാം അങ്ങനെ കുറേ തുരുത്തുകൾ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഇപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എറണാകുളം ടൗണിനോട് എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഇരിക്കുന്ന തുരുത്തുകളൊക്കെ ആയി മാറി. ഇതാണ് FACTയുടെ ആ സ്ഥലത്തിൻ്റെ ഭാഗത്താണ് ആ കുഴലൊക്കെ കാണുന്നത്. ഇത് TV അല്ല കേട്ടോ, അത് പണ്ട് ഏതോ MLAക്ക് തോന്നിയ ഒരു വികാരമാണ്. പുള്ളി ഉണ്ടാക്കി വെച്ച ബസ് സ്റ്റോപ്പാണ് കണ്ടത്. ഈ പാലം കഴിഞ്ഞങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കമ്പവല ഒക്കെയുണ്ട്. ഇത് നമ്മുടെ സ്വന്തം അളിയനാണ്. പുള്ളി അപ്പോൾ ജനിച്ച കാലം മുതൽ ഈ കായലിൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കും കൂട്ടുകാരനൊക്കെ ഒരാഗ്രഹം അവിടെ കുറച്ച് മീൻ വളർത്താമെന്ന്. അന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മീൻ വളർത്താനുള്ള പരിപാടികളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കമ്പോല ഇവിടെ ഉണ്ട്. ആ കമ്പോലയുടെ സൈഡിൽ നമുക്ക് മീൻ വളർത്താൻ പഞ്ചായത്ത് അനുമതി തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ കൂട് കൃഷി എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് കേൾക്കാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ കണ്ടോ. കാരണം കൂട് കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിനകത്ത് വല കെട്ടി ആ വലയിൽ നമ്മൾ മീനെ ഇട്ട് വളർത്തുന്നു. അപ്പോൾ ഒരു 6 മാസം 8 മാസമൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് ടൈം. ആ സമയത്ത് ചാവാതൊക്കെ കിട്ടിയാൽ കൃത്യമായിട്ടൊക്കെ നോക്കി നടത്തിയാൽ നമുക്ക് എന്താ പറയുക, ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ കാശ് കിട്ടും. പല സമയത്തും ഇവിടെയുള്ള ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ പുഴയിലൊരു പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റുകളൊക്കെ രാഷ്ട്രീയ ലെവലിലൊക്കെ പോയിട്ടുള്ളതാണ്. FACTന്നും മറ്റു സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് വെള്ളം തുറന്നു വിടും. അങ്ങനെ ഒരുപാട് മീൻ ചത്തുപോയ കഥകളും ഒക്കെ ഞാനിവിടെ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുമായിട്ട് സഹകരിച്ച് ആയതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനും അതിനകത്ത് സഹകരിച്ച് കുറച്ച് കൂടിട്ട് മീൻ വളർത്താം എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സംരംഭങ്ങളുടെ സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പവല, നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പവല 2 കമ്പവല ഉണ്ട്. ആ കമ്പവലയുടെ നിങ്ങളവിടെ കമ്പവല എന്ന് തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് മനസ്സിലായ ഭാഷയിൽ പറയുന്നതാണ്. കമ്പവല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ അതിന് പരിസരങ്ങളിൽ കായലിൽ തന്നെ നമുക്ക് ഒരു മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പുറത്തുനിന്നുള്ള ആൾക്കാർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്താണ്, ഈ പഞ്ചായത്തിൻ്റെ അനുമതി വേണം, ഫിഷറീസ് വകുപ്പിൻ്റെ അനുമതി വേണം. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ അതിനകത്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പണിയെല്ലാം തീർത്തിട്ടു. വലയെല്ലാം കെട്ടി. ഇതൊക്കെ ഒരു പ്രത്യേക മരുങ്ങുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്കൊക്കെ ഇതൊന്നും പെട്ടെന്ന് പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മുടെ അളിയനും
സുഹൃത്തൊക്കെ കൂടിയിട്ട് അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടു. ഇന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നാണ് മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ ഇടാൻ പോകുന്ന ദിവസം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്ന കമ്പവലയുടെ ചുറ്റുമാണ് നമ്മൾ കൂട് ഇട്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഏതാണ്ട് ഒരു കുറേ വർഷങ്ങളായിട്ട് മീൻ വളർത്തുന്നൊരു ചേട്ടനുണ്ട് കേട്ടോ. നമ്മുടെ കൂടിട്ടിരിക്കുന്ന അപ്പുറത്ത് ഒരു ഷെഡ് കാണുന്നില്ലേ, അത് വേറൊരാളുടെയാണ്. ഈ പ്രദേശത്ത് പല സ്ഥലത്തും ഇങ്ങനെ കൂട് കൃഷി നടത്തുന്നുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒരുപാട് നഷ്ടം വന്നു. ഇതിന് ഒരു ബിസിനസ് സാധ്യത ഉണ്ടെങ്കിലും ഗവൺമെൻറ് ഒന്നും എത്ര കണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. എനിവേ നമ്മുടെ മീൻ വന്നു. ഈ മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ പല സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, മൃഗങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം കേരളത്തിലുണ്ട്. അവരാണ് ഇത് നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ആലപ്പുഴ ഭാഗത്തു നിന്നാണ് മീൻ എടുത്തത്. അപ്പോൾ ഇതേപോലെ ഓക്സിജനൊക്കെ നിറച്ച് നമുക്ക് മീൻ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 12,000 കുഞ്ഞുങ്ങളെയാണ് 8 കൂടുകളിലായിട്ട് ഇടാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് വന്നു കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ pH സുതാര്യതയോ അങ്ങനെയൊക്കെ എന്താണെന്ന് തോന്നുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ കായലിൻ്റെ വെള്ളത്തിൽ അത് കുറേ സമയം ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളവും അതിൽ കിടക്കുന്ന വെള്ളവും തമ്മിലുള്ള എന്തെങ്കിലും സാന്ദ്രതയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അത് മാച്ചാവും. അതിന് ശേഷം പിന്നീട് ഉള്ള പല കലാപരിപാടികളും ഉണ്ട് മീനിടുന്നതിന് മുമ്പ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അറിയാവുന്നവർ വേണം ഈ പരിപാടിയെല്ലാം ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഈ വക ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പല കാര്യത്തിനും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരങ്ങനെ ആ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് ആ വെള്ളത്തിൻ്റെ ഇതറിയുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കൂട്ടിൽ ഏകദേശം 100 മീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ 12,000 കുഞ്ഞുങ്ങളാകുമ്പോൾ അത്രയും കൂടുണ്ടാവേ. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി അവർ കായലിലിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം, ഏതാണ്ട് ഞാനൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അത് കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോരോ കൂടുകളുടെ സൈഡുണ്ട്. അതായത് നമ്മൾ 2 വലയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ഇൻസൈഡ് വലയും ഒരു ഔട്ട്സൈഡ് വലയും. അപ്പോൾ അതിന് പറയുന്ന കാരണം എന്നാ വെച്ചാൽ, നമ്മൾ അകത്തിടുന്ന മീനുകൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഞണ്ടോ അല്ലെങ്കിൽ എലിയോ അങ്ങനെ പല പല ശല്യങ്ങളുണ്ട്, അതെല്ലാം കടിച്ച് വല കയറി കഴിഞ്ഞാൽ ഇൻസൈഡിൽ നിന്ന് പോയാലും ഔട്ട്സൈഡിലുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രമീകരണം. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമുക്ക് ഡയറക്റ്റ് ഈ കൂട്ടിലേക്ക് ഇൻസൈഡിലേക്ക് ഇടാൻ പറ്റത്തില്ല. അതിന് നമ്മൾ വേറൊരു ടൈപ്പ് ചെറിയ, ഇവർ ആപ്പാന്നൊക്കെയാണ് അതിന് പറയുന്നത്. എന്താണ് കൃത്യമായിട്ടുള്ള പേരെന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു വല, അത് കണ്ടോ, കെട്ടിയണ കണ്ടോ, ആ കെട്ടിയണ വലയിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് അത് 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് വലുതായി കഴിഞ്ഞിട്ടേ ആ കൂട്ടിൽ നിന്ന് വലിയ കൂട്ടിലേക്ക് തുറന്നു വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ ആശാൻ മീൻ ഇടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ ഓക്സിജൻ നിറച്ചു വന്നിരിക്കുന്ന കൂട്ടിലാണല്ലോ ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അത് ഓക്സിജൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി അവർ ഇപ്പോൾ ചെയ്യുന്ന കണ്ടോട്ടോ. അതായത് അവിടുത്തെ കായലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ കണ്ടത്. കണ്ടോ, അതിന് ശേഷമാണ് അവർ ആ ചെറിയ വലയിലേക്ക് ഈ കുഞ്ഞിനെ ഇടുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ടോ, അതായത് ഒരു 2-3 ദിവസം മുമ്പാണ് ആ ചെറിയ വല നമ്മൾ കെട്ടിയത്. അതുമെല്ലാം
പാവല പിടിച്ച് കിടക്കണുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഓക്സിജൻ കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞത് അങ്ങനെ പാവല പിടിച്ചാലും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പാവലൊരു തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരു പാവൽ പോലും അതിനകത്തില്ല. എല്ലാം ഈ കുഞ്ഞുങ്ങൾ തിന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ഓരോരോ കൂടുകളിലും വെള്ളം നിറച്ച് അങ്ങനെ നമ്മൾ 1500 കുഞ്ഞുങ്ങളെയാണ് ഓരോ കൂട്ടിലും ഇട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടിൽ ഒരു 1000 ഒക്കെയാണ് നിലവിൽ വളർത്തേണ്ടത്. എന്നാലാണ് ഈ കൃത്യമായിട്ട് ഇത് വലുതായി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് തിങ്ങിയിട്ട് ഒരുപാട് ഡാമേജ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആദ്യമായി ചെയ്യുന്നതുകൊണ്ട് പിന്നീട് ഇപ്പോൾ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ ഇതിൻ്റെ ഹാർവസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പറഞ്ഞുതരാം. കാരണം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊരുപാട് അബദ്ധങ്ങൾ ഈ ബിസിനസ്സിൽ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്ത് പഠിച്ച ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി വേണം എങ്ങനെയുള്ള സംരംഭത്തിലേക്കൊക്കെ ഇറങ്ങാൻ. മോഹൻലാൽ പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ച് പോകാം കേട്ടോ. എന്നാലേ ഈ പരിപാടിയൊക്കെ വിജയിക്കത്തുള്ളൂ. അപ്പം മീൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ നമുക്ക്, അവരൊക്കെ വളരട്ടെ. അടുത്ത ഹാർവസ്റ്റിങ്ങിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കാണാം. ഓക്കെ, ബൈ.